ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ 4 മണി ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണിത്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണത് തയ്യാറാക്കാമെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്കിന് വേണ്ടത് നമുക്ക് ആദ്യം ഉരുളക്കിഴങ്ങാണ്. 2 ഉരുളക്കിഴങ്ങ് ഞാനിതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് മുറിച്ച് നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. കുറച്ചൊരു കനത്തോട് കൂടിയിട്ടാണ് കേട്ടോ മുറിച്ചിട്ടുള്ളത്. ഇതുപോലെ ഇത്രയും കനത്തിലാണ് മുറിച്ചിട്ടുള്ളത്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 നുള്ള് കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. കയ്യിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. അതുപോലെ ഒരു 1/4 ടീസ്പൂണ് ക്രഷ്ഡ് ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3-4 ടേബിൾ സ്പൂണ് കടലപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടലപ്പൊടിക്ക് പ്രത്യേകിച്ച് അങ്ങനെ കണക്കൊന്നുമില്ല. അത് നമ്മൾ എത്രയാണോ ആ ഒരു മസാല വേണ്ടത് അതിനനുസരിച്ച് വീണ്ടും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വെള്ളം കൂടി പോവരുത്. അപ്പോൾ വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. കിഴങ്ങിൻ്റെ പുറം ഭാഗത്ത് മാവ് പൊതിഞ്ഞ ആ ഒരു രൂപത്തിൽ കിട്ടണം. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. അതിന് പാകത്തിന് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂണും കൂടെ കടലപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റ് ആ ഒരു പരുവത്തിൽ കിട്ടും. ഇതുപോലെ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ കിഴങ്ങിൻ്റെ പീസ് ഇങ്ങനെ എടുത്താൽ അതുമ്പോൾ പൊതിഞ്ഞ ആ ഒരു രൂപത്തിൽ മാവ് വേണം. അപ്പോൾ നമ്മൾ പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ കിഴങ്ങ് കാണരുത്. അതിൻ്റെ മുകളിലൊക്കെ മാവായിരിക്കണം വേണ്ടത്. അപ്പോൾ ഓയിൽ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓരോ പീസ് കിഴങ്ങും ഇട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുക്കാം. ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് സമയം വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കണം. കാരണം കിഴങ്ങ് കുറച്ച് കനമുള്ള പീസായതുകൊണ്ട് കുറച്ച് നേരം വേണം അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ വെന്ത് കഴിഞ്ഞാൽ അതൊരു നല്ലൊരു പുറം ഭാഗത്ത് നല്ല ക്രിസ്പി ആയിട്ടും അതുപോലെ അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടും ഇരിക്കുമല്ലോ. അപ്പോൾ നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കുക. അപ്പോൾ ആദ്യം ഇട്ട് കൊടുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റി വെക്കാം. എന്നിട്ട് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് കനമുള്ള പീസായതുകൊണ്ട് വെന്ത് വരാൻ കുറച്ച് സമയം തന്നെ വേണം. അപ്പോൾ കരിയാതെ നോക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് പിന്നെ നമ്മൾ എടുക്കാൻ നേരത്ത് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ പക്കോറ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ സെർവ് ചെയ്യാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഒന്നാണിത്. അപ്പോൾ സോസും ഈ കിഴങ്ങും കൂടെ ഇഷ്ടമില്ലാത്ത കുട്ടികൾ അധികമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ ഇത്. അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടും അതുപോലെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടുമാണ് ഇരിക്കുന്നത്. അപ്പോൾ ചൂടോട് കൂടി തന്നെ കെച്ചപ്പിൻ്റെ കൂടെ സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഈ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും. അതിലും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിലും കൂടി പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്